الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم من جاء بالحسنة فله عشر أمثالها ومن جاء بالسيئة فلا يجزى إلا مثلها وهم لا يظلمون. ഏറെ ആദരണീയരായ വിശ്വാസിനികളെ, അല്ലാഹുവിന്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ നിഖില മേഖലകളിലും പാലിച്ചും സൂക്ഷിച്ചും മാനിച്ചും മുത്തഖീകളായി ജീവിച്ചു മരിക്കുവാൻ ഉതകുന്ന വിധത്തിൽ ആത്മാർത്ഥമായി പരിശ്രമിക്കണമേ എന്ന് എന്നെയും നിങ്ങളെയും സഗൗരവം ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ മുത്തഖീകളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ. പരിശുദ്ധമായ റമദാനിന്റെ രണ്ടാമത്തെ വെള്ളിയാഴ്ചയിലാണ് ഞാനും നിങ്ങളും ഉള്ളത് എന്നുള്ളത് തന്നെ മഹാത്ഭുതമാണ്. നമ്മുടെ കൂട്ടത്തിലുള്ള കുടുംബത്തിലുള്ള അറിയുന്ന പല മുഖങ്ങളെയും തൊട്ടടുത്ത് പള്ളിക്കാടിൽ 6 മണ്ണിൽ ബർസഖിയായ ലോകത്തേക്ക് വിട്ടുകൊടുത്താണ് ഈ ഭൗതികമായ ലോകത്തിന് മുകളിൽ നാം ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അവർക്കും നമുക്കും തമ്മിലുള്ള ഇടയിലുള്ള വ്യത്യാസം കഴിഞ്ഞ ഖുതുബകളിലൊക്കെ സൂചിപ്പിക്കുകയുണ്ടായി. വിലമതിക്കാനാവാത്തതാണ് ഈ ആയുഷ്കാലത്തിലെ ഓരോ സെക്കൻഡുകളും. അത് അള്ളാഹു ഇഷ്ടപ്പെടുന്ന രൂപത്തിലാക്കി തീർക്കാൻ ആത്മാർത്ഥമായി പരിശ്രമിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധമായ റമദാനിൽ കഴിഞ്ഞ ദിനരാത്രങ്ങളിൽ നാം നിർവഹിച്ച നമ്മുടെ സിയാമ്, ഖിയാമ്, തിലാവത്ത്, സദഖ തുടങ്ങി എല്ലാ ഇബാദത്തുകളിലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഏതെങ്കിലും രൂപത്തിൽ ന്യൂനതകൾ വന്നുവെങ്കിൽ അവ മുഴുവനും പരിഹരിച്ച് ഖബൂൽ ചെയ്യുന്ന അമലുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ. ശേഷിക്കുന്ന അതിന്റെ രാവും പകലും വളരെ മുഹൂർത്തമായിട്ടുള്ള സന്ദർഭങ്ങളാണ്. ആഫിയത്തും ആയുസ്സും നൽകി അല്ലാഹു അത് ധന്യമാക്കാൻ നമുക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. സഹോദരങ്ങളെ, നന്മകൾ ശേഖരിച്ചും തിന്മകളിൽ നിന്ന് അകന്ന് നാളത്തെ ലോകത്തിനു വേണ്ടി കരുതി വെച്ചതാണ് ഈ ജീവിതം കൊണ്ടൊക്കെ നമ്മൾ ഉദ്ദേശിക്കപ്പെടുന്നത്. അവരെയാണ് യഥാർത്ഥത്തിൽ
അള്ളാഹുവിനെ സൂക്ഷിച്ച് ഭയപ്പെട്ട് ജീവിക്കുന്നവരെന്ന് പറയുക, മുത്തഖീകളെന്ന് പറയുക. എന്താണ് അവരങ്ങനെ ആയിത്തീരാൻ, അല്ലെങ്കിൽ നമ്മളൊക്കെ ഇങ്ങനെ ആയിത്തീരാൻ കാരണമായി തീർന്നത്? നമുക്ക് വേറെ പലതും ആയിക്കൂടായിരുന്നോ? ആകാമായിരുന്നു. ഒരാളും നമ്മളെ പിടിച്ചു വെച്ച് ചോദ്യം ചെയ്യില്ല, കുറ്റവിചാരണ ചെയ്യില്ല. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മാനവരാശിക്ക് നൽകിയ ഒരു മഹത്തായ താക്കീതുണ്ട്. അത് നമ്മുടെ കർണപുടങ്ങളിൽ തട്ടി തലച്ചോറിനെ തുളച്ചു ചെന്ന് ചിന്തിപ്പിച്ചതാണ്. നമുക്കും ഒരല്പം മാറി ചിന്തിക്കാനുള്ള വഴിമരുന്നായിട്ടുള്ളത്. അല്ലാഹു പറയാം, യാ അയ്യുഹന്നാസു തഖൂ റബ്ബകും വഖ്ശൗ യൗമൻ ലാ യജ്സി വാലിദുൻ അൻ വലദിഹി ശൈആ. ഓ മനുഷ്യരെ, മാതാവോ പിതാവോ തങ്ങൾ ജന്മം നൽകിയ മക്കൾക്ക് യാതൊരു പ്രയോജനവും ചെയ്യാത്ത ഒരു ദിവസം വരാനുണ്ട്. ആ ദിവസത്തെ നിങ്ങൾ ഭയപ്പെടുകയും അല്ലാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കുകയും ചെയ്യണം. വലാ മൗലൂദുൻ ഹുവ ജാസിൻ അൻ വാലിദിഹി ശൈആ. ആ ദിവസത്തിന്റെ മറ്റൊരു പ്രത്യേകത, ഒരു സന്താനവും തന്റെ മാതാപിതാക്കൾക്ക് ഒട്ടും പ്രയോജനപ്പെടുകയില്ല. തീർച്ചയായും അല്ലാഹുവിന്റെ കരാറുണ്ടല്ലോ, വാഗ്ദാനമുണ്ടല്ലോ, അത് വാഗ്ദാനം നിറവേറ്റുന്നത് തന്നെയാണ്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു പറയാം, ഫലാ തഗുറന്നകുമുൽ ഹയാത്തുദ് ദുനിയാ വലാ യഗുറന്നകും ബില്ലാഹിൽ ഗറൂർ. ഫലാ തഗുറന്നകുമുൽ ഹയാത്തുദ് ദുനിയാ. ഈ ഐഹികമായ ലോകം നിങ്ങളെ വഞ്ചിച്ച് കളയരുത്. ഒരുപാട് ഹദീസുകളിൽ കൂടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു ഭാഗത്ത് കാണാൻ കഴിയും, ഇത് ഒരു പച്ചപ്പുള്ള ഹരിതവമായിട്ടുള്ള ഒന്നാണ്. മനുഷ്യന്റെ കണ്ണും കരളും ഒരുപോലെ ഉടക്കി അതിൽ തങ്ങി നിൽക്കും. അല്ലാഹു പറഞ്ഞില്ലേ പരിശുദ്ധ ഖുർആനിൽ, زين للناس حب الشهوات من النساء والبنين والقناطير المقنطرة من الذهب والفضة. മനുഷ്യന്റെ കണ്ണുകൾ ഉടക്കി നിൽക്കുന്ന, ഹൃദയം ഉടക്കി നിൽക്കുന്ന, റബ്ബിൽ നിന്ന് മനുഷ്യനെ അകറ്റി നിർത്തുന്ന ചില സബബുകളാണ് പറഞ്ഞത്. സുയ്യിന ലിന്നാസ്, മനുഷ്യന് അലങ്കൃതമായി തോന്നിച്ചിട്ടുണ്ട്. എന്താ? ഹുബ്ബുശ് ശഹവാതി മിനൻ നിസാ, സ്ത്രീകളോടുള്ള അഭിനിവേശം, വൽബനീന, മക്കളോടുള്ളത്, വൽദഹബി വൽഫിദ്ദ, സ്വർണത്തിനോടും വെള്ളിയോടുമുള്ളത്, കെട്ടിയൊരുക്കി നിർത്തപ്പെട്ട കുതിരയോടുള്ളത് എന്ന് പറഞ്ഞാൽ ഭൗതികമായി ഏതെല്ലാം കാര്യങ്ങളാണോ മനുഷ്യന് കാമ്യമായിട്ടുള്ളത്, ആ വസ്തുക്കൾ മുഴുവനും മനുഷ്യന്റെ കണ്ണിനും കരളിനും നയനാനന്ദരമാകുന്ന രൂപത്തിൽ അല്ലാഹു മുമ്പിൽ ഇങ്ങനെ വെച്ചു കൊടുത്തിട്ടാണ് ഈ ഭൂമുഖത്ത് ജീവിക്കാൻ അനുവദിക്കുന്നത്. അതുകൊണ്ടുള്ള പരിശുദ്ധ ഖുർആനിന്റെ പല ഭാഗത്തും പറഞ്ഞു, ഫലാ തഗുറന്നകുമുൽ ഹയാത്തുദ് ദുനിയാ, ഈ ഐഹിക ലോകം നിങ്ങളെ വഞ്ചിച്ചു കളയരുത്. വലാ യഗുറന്നകും ബില്ലാഹിൽ ഗറൂർ, പരമവഞ്ചകനായ ശൈത്വാൻ ലഅനത്തുല്ലാഹി അലൈഹി നിങ്ങളെ ചതിക്കരുത്, വഞ്ചിക്കരുത്, പറ്റിക്കരുത്. ഇത് ജീവിച്ച് സൂക്ഷിച്ചു പാലിച്ച് ജീവിച്ചു മുന്നോട്ട് പോയ ആളുകളാണ്. അവരെ പറ്റിയാണ് അല്ലാഹു സുബ്ഹാനഹു പറഞ്ഞത്, ഇന്നല്ലദീന ഹും മിൻ ഖശിയതി റബ്ബിഹിം മുശ്ഫിഖൂൻ, റബ്ബിനെ പേടിച്ചത് നിമിത്തം ഭയപ്പെടുന്ന ആളുകൾ. അതൊക്കെ സ്വന്തം നഫ്സിൽ, മറ്റാരും പറഞ്ഞിട്ടല്ല, അവനവന് തന്നെ തോന്നുന്ന ഒരവസ്ഥയാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിക്കുക. അത്തരം ആളുകൾ, ഭൂലോകത്ത് പടച്ചോനെ പേടിക്കുന്ന ആളുകൾ, പടച്ചതമ്പുരാനെ പേടിക്കാത്ത ആളുകൾ, തന്നിഷ്ടപ്രകാരം ജീവിക്കുന്ന ആളുകൾ, തന്റെ ഇഷ്ടങ്ങളെ മുഴുവൻ റബ്ബിന്റെ ഹിതത്തിന് വേണ്ടി മാറ്റിവെച്ച ആളുകൾ രണ്ടു തരം ആളുകളാണ്. മുഅ്മിനെന്നും മുസ്ലിമെന്നും അവകാശപ്പെടുന്ന ആളുകൾ, കാഫിറെന്നും സത്യനിഷേധികളെന്നും അവകാശപ്പെടുന്ന ആളുകൾ. അല്ലാഹു പറയാ, ആ രണ്ടു കൂട്ടം ആളുകളും ഒരുപോലെയാകുകയില്ല. അഫനജഅലുൽ മുസ്ലിമീന കൽ മുജ്രിമീൻ, മുസ്ലിമായി പടച്ചോന് കീഴൊതുങ്ങിയ ആളുകളും മുസ്ലിമായിട്ട് പടച്ചോന് കീഴൊതുങ്ങാത്ത ആളുകളും, കുറ്റവാളികളായ ആളുകളും റബ്ബിന്റെ ഇഷ്ടദാസന്മാരായ ആളുകളും, സ്വർഗത്തിന്റെ ആളുകളും നരകത്തിന്റെ ആളുകളും ഒരുപോലെയാകുമോ?
പറയാ ഒരിക്കലും അവർ ഒരുപോലെ ആക്കുകയില്ല. എന്താ കാരണം? 2 കാരണങ്ങളാണ് കാണാൻ പറ്റുന്നത്. ഒന്ന് പടച്ചുകളിൽ തഖ്വയുള്ള ആളുകൾ, മറ്റൊന്ന് അള്ളാഹനെ ഭയപ്പെടുന്ന ആളുകൾ. വിശുദ്ധ ഖുർആനിലെ 55-ാമത്തെ സൂറത്ത് ഇത് സുന്ദരമാ ഓതാൻ. അതിലെ 46-ാമത്തെ ആയത്തുകൾ എത്തുമ്പോ കാണാൻ പറ്റും, വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നതാൻ. ആരാണ് പടച്ച റബ്ബിന്റെ മുമ്പിൽ പോയി നിൽക്കേണ്ടി വരും, അവിടെ ഒന്നും ഉപകരിക്കുകയില്ല. അവനവന്റെ തടി മാത്രം രക്ഷപ്പെടുത്താൻ വേണ്ടി ഓരോ മനുഷ്യനും നഫ്സ് നഫ്സി എന്ന് പറഞ്ഞു ഓടുന്ന ആ ഭയവിഹ്വലതയിൽ നിന്നൊരൽപ്പം താങ്ങും തണലുമായി തീരാൻ റബ്ബിന്റെ ഭയപ്പാട് കൊണ്ട് ജീവിതം ക്രമീകരിച്ചവർക്കല്ലാതെ സാധിക്കുകയില്ല. അങ്ങനെ പടച്ചോനെ ഭയപ്പെട്ടവർ, അള്ളാഹുവിനെ ഭയപ്പെട്ടവർ, ഭൂലോകത്ത് മറ്റെല്ലാത്തിനെയും വെടിഞ്ഞുന്ന ആളുകൾ നാളെ പടച്ച റബ്ബിന്റെ മുമ്പിൽ പോയി നിൽക്കേണ്ടി വരും. ഭൂലോകത്തെ മുഴുവൻ ആളുകളുടെയും കണ്ണ് കെട്ടാൻ എനിക്ക് കഴിയും, വായ അടക്കാൻ എനിക്ക് കഴിയും. എന്റെ നാവ് ഉറൂസ്ലിയ, എന്റെ നാവ് ഡബിൾ ബ്ലാക്ക് ബെൽറ്റാ. ആരെയും അടിച്ചമർത്താൻ കഴിയുന്ന നാവിന്റെ പിൻബലം എനിക്കുണ്ട്. ഞാൻ എന്തു തെറ്റ് ചെയ്താലും എന്നെ സപ്പോർട്ട് ചെയ്താൽ എന്റെ പിന്നാലെ നിൽക്കാൻ ആളുണ്ട്. എനിക്ക് ന്യായീകരണ പാർട്ടികളുണ്ട്, അതിന് പറ്റുന്ന സിൽബന്ധികളുണ്ട്, അവരെയൊക്കെ ചൊൽപ്പതിക്ക് നിർത്താൻ പറ്റുന്ന സമ്പത്ത് എന്റെ കയ്യിലുണ്ട്. പക്ഷേ നാളെ റബ്ബിന്റെ മുൻപിൽ അവന്റെ കണ്ണ് കെട്ടാൻ എനിക്ക് കഴിയില്ല. കാരണം ഞാൻ ചിന്തിക്കുന്ന എന്റെ കൽവിലേക്ക് അവന്റെ കണ്ണിന്റെ മൂർച്ച എത്തുന്നുണ്ട്. ഇന്നഹു അലീമുൻ ബിദാത്തി സുദൂർ. അവൻ കണ്ണുകൾ കെട്ടാൻ കഴിയാത്ത വിധം കാഴ്ചശക്തിയുള്ളവനാണതുകൊണ്ട് അവന്റെ കാഴ്ചയെത്തുന്നത് മനുഷ്യന്റെ ഹൃദയത്തിന്റെ അന്തരാളങ്ങളിലേക്കാണ്. കണ്ണ് കട്ടുനോക്കുന്നതും ഹൃദയങ്ങൾ ഗോപ്യമാക്കി മറച്ചു വെക്കുന്നതും അറിയുന്ന റബ്ബാണവൻ എന്ന ബോധ്യമുള്ളത് കൊണ്ട് പടച്ചതമ്പുരാനെ ഭയപ്പെട്ട് ജീവിച്ചതാ. അത്തരം ആളുകളെ സംബന്ധിച്ചല്ല പറയുകയാണ്, വലിമൻ ഖാഫ മഖാമ റബ്ബിഹി. ആര് പടച്ചോനെ ഭയപ്പെട്ടുകൊണ്ട് ഭൂമിയിൽ ജീവിച്ചുവോ അവന് കൊടുക്കുന്നത് 2 സ്വർഗമാണ്, ജന്നത്താൻ. സുബ്ഹാനല്ലാഹ്. ഒന്ന് കിട്ടുമോ നമുക്ക്? ഒരെണ്ണം എവിടെയെങ്കിലും ഒരു കോണില്. നമ്മുടെ അമൽ അതിന് മതിയായോ? നമ്മുടെ ഈ നോമ്പ് അതിന് പാകമായതാണോ? നമ്മുടെ ഖുർആൻ ആയത്തുകൾ ഓതിയിട്ട് നമ്മുടെ പേജുകൾ മറിഞ്ഞത് അതിന് തുല്യമായിട്ടാണോ? നമ്മുടെ നാവ് ഒതുക്കി തീർത്തത് കൊണ്ട് നമുക്ക് സ്വർഗത്തിലെത്താൻ കഴിയോ? ചിന്തിക്കണം. നമ്മൾ ഓരോരുത്തരും സ്വർഗത്തിലെത്തിയില്ലെങ്കിലും വേണ്ടില്ല. അല്ലാഹ് പറഞ്ഞില്ലേ, ഫമൻ സുഹ്സിഹ അനിന്നാർ, നരകത്തിന് രക്ഷപ്പെടുക. സ്വർഗത്തിലെത്തിയിട്ടില്ല, നരകത്തിന് രക്ഷപ്പെട്ടിട്ടുണ്ട്. എന്നിട്ട് സ്വർഗത്തിന്റെയും നരകത്തിന്റെയും നടുത്തളത്തിൽ ഒരു വേലിക്കെട്ടുണ്ട്. അതിനാണ് അൽ അറാഫ് എന്ന് പറയുക. ഖുർആൻ ഒരു സൂറത്തിന്റെ പേരാണിത്, അൽ അറാഫ്. ഇങ്ങനെ നോക്കിയാൽ സ്വർഗക്കാരെ കാണാം, ഇങ്ങോട്ട് നോക്കിയാൽ നരകക്കാരെയും കാണാൻ പറ്റും. ഈ സ്വർഗത്തിൽ അനുഭവിക്കുന്നത് ഒരിക്കലും അനുഭവിക്കാൻ കഴിയില്ല എന്ന് കണ്ടെത്തിയിട്ട് പോലും അവരോട് ചോദിക്കും, ഒരിറ്റു വെള്ളം തരൂ മനുഷ്യന്മാരെ, അന്നഫീദു അലൈനൽ മാ, ഒരു തുള്ളി വെള്ളം തരൂ, ഞങ്ങളുടെ തൊണ്ട വരളുകയാണ്, ഇത് ഹറാം. നരകത്തിലേക്ക് നോക്കിയിട്ട് പറയും, പടച്ചോനെ അങ്ങോട്ട് ഞങ്ങളെ തള്ളിവിടല്ലേ. അവിടെ ഒരു ചണച്ചാക്ക് അതിട്ടിട്ട് ഇരുന്നാൽ മതി എന്ന് പറയാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അനുവദിച്ചാൽ തന്നെ അൽഹംദുലില്ലാഹ്, ഞാനും നിങ്ങളൊക്കെ മഹാഭാഗ്യവാന്മാരാണ്. അല്ലാഹു നമ്മെ കത്തിയാളുന്ന നരകത്തീയിൽ നിന്ന് കാത്തുരക്ഷിക്കട്ടെ. അവൻ ഒരുക്കി വെച്ച പ്രവിശാലമായ സ്വർഗത്തിന്റെ അവകാശികളിൽ ഉൾപ്പെടുത്തി അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഇവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല അതൊക്കെ പറഞ്ഞതിന് ശേഷം വീണ്ടും അതിന്റെ 60 ആയത്തുകൾ കഴിഞ്ഞാൽ വീണ്ടും അല്ലാഹ് പറയാം, ആ സ്വർഗത്തിൽ ഒരുക്കി വെച്ചത് ഭൂമിയിൽ ഒരു മനുഷ്യന്റെ കണ്ണിന് കാണാൻ പറ്റാത്തത് ആണ് ഒരുക്കി വെച്ചിട്ട് കുറച്ചു പറയാം. ആ 2 സ്വർഗങ്ങൾക്ക് പുറമെ വേറെ 2 സ്വർഗങ്ങൾ കൂടി തരാം, 4 സ്വർഗം തരാം. അല്ലാഹ് എന്നിട്ട് പറയുന്നത് പറഞ്ഞിട്ടുണ്ട്, ഹൽ ജസാഉൽ ഇഹ്സാനി ഇല്ലൽ ഇഹ്സാൻ. നന്മ ചെയ്തവർക്ക് പിന്നെ ഞാൻ നന്മയില്ലാതെ പിന്നെന്താ കൊടുക്കുക? എന്തിനായി ഒന്നിലധികം സ്വർഗം എന്ന് ചോദിക്കുന്നവരുണ്ടാകാം. ഭൂമിയിൽ തന്നെ ഒരു 4 സെന്റ് സ്ഥലവും അതിലൊരു വീടും എല്ലാ സൗകര്യങ്ങളും ഉണ്ട്, ഒന്നും കൂടി തരാന്ന് പറഞ്ഞാല് എന്തിനാ അത്? വെറുതെ കറണ്ടിന്റെ ബില്ല് കൊടുക്കണ്ടല്ലോ.
ചതിലുംമാറയിലും തട്ടണ്ടല്ലോ, ഈ ഉള്ളത് തന്നെ മനോഹരമായി കൊണ്ടുവന്നാൽ പോരെ? ഇത് സ്വർഗത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ ഭയപ്പെട്ട് ജീവിച്ചു എന്നുള്ളത് കൊണ്ട് കൊടുത്തതിന്റെ മുകളിൽ വീണ്ടും കൊടുക്കുക, അതിന്റെ മുകളിൽ വീണ്ടും കൊടുക്കുക, അതിന്റെ മുകളിൽ വീണ്ടും 4 എണ്ണം. എന്നിട്ടല്ല ചോദിക്കുക, അത്തരം അനുഭൂതികളൊക്കെ നൽകുന്നത് അവൻ ഈ ഭൂമിയിൽ എന്ത് ത്യാഗം ചെയ്തിട്ടാണ്, എന്ത് കഷ്ടപ്പാട് അനുഭവിച്ചിട്ടാണ്? മറ്റുള്ള മനുഷ്യന്മാരിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് പടച്ചോനെന്ന് പേടിച്ചു എന്നൊരൊറ്റ കാരണം കൊണ്ടും. അതുകൊണ്ട് ജീവിതം നിയന്ത്രിക്കാൻ പറ്റും സഹോദരന്മാര്, അതുകൊണ്ട് അവനവനെ നിയന്ത്രിക്കാൻ പറ്റും സഹോദരന്മാര്. എല്ലാ തിന്മകളുടെയും വേദിയേറ്റമുള്ള ഒരു കാലഘട്ടത്തിൽ ആ ഒരു ചിന്തയുണ്ടെങ്കിൽ അതിന് തടുക്കാൻ പറ്റും. നമുക്കറിയാം, അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 3 ഔലിയാക്കളുടെ കഥ പറഞ്ഞതാ. അതിൽ ഒരാളാരാ? ഇപ്പറഞ്ഞതുപോലെ ഭൂമിയിലുള്ള എല്ലാ സംവിധാനവും ഉണ്ട്, പക്ഷേ തന്റെ കസിൻ സിസ്റ്ററായ ഒരാളെ അങ്ങേയറ്റം അഗാധമായി സ്നേഹിക്കുകയും ഇഷ്ടപ്പെടുകയും തന്റെ ഇംഗീതത്തിന് വേണ്ടി വഴിപ്പെടണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അവൾ വഴങ്ങിയില്ല. ഭൗതികമായ എല്ലാവിധ പഴുതുകളും അടഞ്ഞ് എവിടെയും പോയി മുട്ടിയിട്ടും ഒന്നും സഹായിക്കാൻ പറ്റാതെയായപ്പോ അവസാനം ഈ കസിൻ ബ്രദറിന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, എനിക്കൊരൽപ്പം സാമ്പത്തികമായ സഹായം ആവശ്യമുണ്ട്, നിങ്ങൾ എന്നെ സഹായിക്കണം. ഇയാളുടെ ഇംഗീതം അവിടെ മുളപൊട്ടി. അവളോട് പറഞ്ഞു, അവളെ തയ്യാറായി സാമ്പത്തികമായിട്ട് തരാം, നിങ്ങളുടെ ഇംഗീതത്തിന് വഴങ്ങാം. എല്ലാ സംവിധാനങ്ങളും ഒത്തുവന്നപ്പോ പടച്ചോനെ പേടിക്കുന്നു എന്ന് പറഞ്ഞ് മാറികളിൽ നിന്നു. പടച്ചോനെ നിന്നെ ഭയപ്പെടുന്നു എന്ന് പറഞ്ഞത് കൊണ്ട് മാത്രം മാറി നിന്നല്ല, നിന്നെ ഭയപ്പെടുന്നതിന്റെ ആത്മാർത്ഥമായിട്ട് എങ്കിൽ ഈ അടഞ്ഞ പാറക്കല്ലൊന്നും നീക്കിത്തായോ എന്ന് ആ ഔലിയ പറഞ്ഞപ്പോ ആ പാറക്കല്ല് നീക്കിക്കൊടുത്തു എന്നുള്ളതാണ്. പടച്ചോനെ ഭയപ്പെട്ടാൽ ഇത്തരം പ്രതിസന്ധികളിൽ നിന്ന് ഭൗമികമായ ലോകത്ത് രക്ഷപ്പെടുന്നതിനേക്കാൾ ഉപരി നാളെ പരലോകത്തും രക്ഷപ്പെടാൻ കഴിയും. കാരണം അല്ലാഹു വിളിക്കുന്നത് ഇതുപോലെയുള്ള ഭൗതികമായ സുഖസൗകര്യങ്ങളിലേക്കല്ല. അല്ലാഹു യദഉ ഇലാ ദാരിസ്സലാം വയഹ്ദി മൻ യശാഉ ഇലാ സിറാത്തിൻ മുസ്തഖീം. അല്ലാഹു വിളിക്കുന്നത് ശാന്തിയുടെ സമാധാനത്തിന്റെ ഭവനത്തിലേക്കാണ്. അവൻ ഉദ്ദേശിക്കുന്നവർക്ക് മാത്രമാണ് സന്മാർഗം നൽകുകയും ചെയ്യുക. അതുകൊണ്ട് എന്താ പറയാ, ലില്ലദീന അഹ്സനുൽ ഹുസ്നാ വസിയാദ. നന്മ ചെയ്തവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നന്മകൾ ഏറ്റിക്കൊടുക്കുന്നു, വസിയാദത്തൻ വർദ്ധിപ്പിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. അതാണ് ഞാൻ നിങ്ങൾ ആമുഖമായി കേൾപ്പിച്ച പരിശുദ്ധ ഖുർആനിലെ 6-ാം അധ്യായം സൂറത്തുൽ അൻആമിലെ 160-ാമത്തെ ആയത്തിൽ അല്ലാഹു പറഞ്ഞത്, മൻ ജാഅ ബിൽ ഹസന. ആരാണ് നാളെ റബ്ബിന്റെ മുൻപിൽ നിൽക്കാൻ നന്മയുമായി വന്നത്, ഫലഹു അശറു അംസാലിഹാ. അവന് 10 ഇരട്ടി പടച്ചോൻ കൊടുക്കും. ഒന്നിന് 10 ഇരട്ടി. മറ്റൊരു ഭാഗത്തുള്ള പറഞ്ഞത് 70 മുതൽ 70,000 വരെയുള്ള ഇരട്ടികൾ ഉണ്ടാവും. നന്മ ചെയ്താൽ 10 ഇരട്ടി കൊടുക്കുന്നുവെങ്കിൽ തിന്മ ചെയ്താൽ അത്ര മാത്രമേ ഉണ്ടാകുകയുള്ളൂ. തിന്മ ചെയ്താലല്ല കേട്ടോ, ആ തിന്മയുമായി റബ്ബിന്റെ അടുക്കലേക്ക് ചെന്നാൽ അത് കഴുകിക്കളയാനുള്ള അവസരമാണ് ഇപ്പൊ ഈ ഒഴുകിപ്പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൽ മുങ്ങിക്കുളിക്കണം, എന്നിട്ട് കഴുകിക്കളയണം. അവനവന്റെ ജീവിതത്തിൽ വന്നുപോയ എല്ലാവിധ തെറ്റുകുറ്റങ്ങളും അറിയാതെ വന്നിട്ടുണ്ടാവും, അറിഞ്ഞുകൊണ്ട് വന്നിട്ടുണ്ടാവും. നമുക്കറിയില്ല അത് ശരിയാണോ തെറ്റാണോ എന്നുള്ളത്. ഒരുപക്ഷെ റബ്ബിന്റെ മുൻപിൽ നല്ലതായിരിക്കാം നമ്മൾ ചെയ്യുന്നത്, അതങ്ങനെയാണോ അല്ലേ എന്ന് അറിയില്ല. ചിലപ്പോൾ അള്ളാഹുവിന്റെ കാഴ്ചപ്പാടിൽ തെറ്റായിരിക്കാം നമ്മുടെ ഉദ്ദേശം, നമ്മുടെ ഊഹം അത് ശരിയല്ലാതെയും ഇരിക്കാം. അങ്ങനെ വന്നാൽ ഒരുപാട് കാര്യങ്ങൾ മനുഷ്യന്റെ ജീവിതത്തിൽ വന്നാൽ നമ്മളൊക്കെ നാളെ പരലോകത്ത് ചെന്നാൽ എന്തെങ്കിലും ഒരു തെറ്റുകുറ്റങ്ങൾ ഉണ്ടെങ്കിൽ മറ്റൊരു ഖുർആന്റെ വചനം പറയുന്നു, അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് അത് പുറത്തു മാപ്പാക്കി കൊടുക്കും. ഇല്ലെങ്കിലോ തത്തുല്യമായിട്ട് മാത്രമേ ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അയാളെ സ്വർഗ്ഗത്തിലേക്ക് മാറ്റപ്പെടുകയും ചെയ്യും. അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തിന്റെ ഒരു അംശം പോലും ഇല്ലാത്ത രൂപത്തിൽ അവനെ കണ്ടുമുട്ടാൻ, പാപത്തിന്റെ പാപക്കറകളിൽ ഒരു പുള്ളിക്കുത്ത് പോലും ഇല്ലാതെ അവനെ കണ്ടുമുട്ടാനുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. അങ്ങനെ പടച്ചവനെ കണ്ടുമുട്ടാൻ വേണ്ടി ചെല്ലുന്നവരെ ഒരു കൂട്ടമായിട്ടാണ് അല്ലാഹു ആദരിച്ചിട്ട് അവന്റെ സ്വർഗ്ഗത്തിലേക്ക് കൊണ്ടുപോവുക. പരിശുദ്ധ ഖുർആനിലെ 39-ാം അധ്യായം സൂറത്ത് സുമറിലെ 73-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുക, വസീഖല്ലദീന തഖൗ റബ്ബഹും ഇലൽ ജന്നതി സുമറാ.
വസീഖല്ലദീന തഖൂ, തഖ്വയുള്ള ആളുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുമിച്ച് കൂട്ടിയിട്ട് ഇങ്ങനെ കൊണ്ടുവരും. എങ്ങോട്ട്? ഇലൽ ജന്നതി സുമറാ, സ്വർഗത്തിലേക്ക് ഒരു കൂട്ടമായിട്ട്. അങ്ങനെ ഇങ്ങനെ സങ്കല്പിച്ചാൽ മതി. ആ സ്വർഗത്തിലേക്ക് പോകാൻ ആൾക്കാർ ഇങ്ങനെ പടച്ചോന്നിങ്ങനെ കൊണ്ടുവന്ന് ഏകദേശം സ്വർഗത്തിന്റെ അതിർത്തി എത്തി. അതിന്റെ വാതിൽ കെലുത്തുമ്പോഴെന്ന് പറയുകയാണ്, ഹത്താ ഇദാ ജാഊഹാ വഫുതിഹത് അബ്വാബുഹാ, അതിന്റെ അരികിലെത്തുമ്പോഴതാ സ്വർഗത്തിന്റെ അവകാശികളെ കാണുമ്പോഴത്തേക്ക് സ്വർഗത്തിന്റെ വാതിലുകൾ മെല്ലെ മെല്ലെ ഇങ്ങനെ തുറന്നു വരികയാണ്. وقال لهم خزنتها سلام عليكم طبتم فادخلوها خالدين. അതിന്റെ പാറാവുകാരായ മലായിക്കത്തുകൾ സ്വർഗത്തിന്റെ അവകാശികളായ ആളുകളോട് പറയുന്നു, സലാമുൻ അലൈക്കും, അല്ലാഹുവിന്റെ രക്ഷയും സമാധാനവും നിങ്ങൾക്ക് ഇവിടെയും ഉണ്ടാകട്ടെ. തിബ്തും, നിങ്ങൾ നിങ്ങളുടെ ജീവിതം നന്നാക്കിയവരാ. ഫദ്ഖുലൂഹാ ഖാലിദീൻ, അതുകൊണ്ട് ശാശ്വതരായ രൂപത്തിൽ നിങ്ങൾ അവിടെ കഴിഞ്ഞുകൂടിക്കോ. ഇവിടെ സ്വർഗത്തിലെ ആ ഒരു അനുഭൂതി ഉണ്ടാകുമ്പോ സ്വർഗാവകാശികളായ ആളുകളുടെ പ്രതികരണം എന്താ? അല്ലാഹു പറയാ, വഖാലുൽ ഹംദുലില്ലാഹ്, അവര് പറയും അൽഹംദുലില്ലാഹ്. അവര് തുമ്മിയപ്പോ അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞവരാ, ഭക്ഷണം കഴിച്ചപ്പോ അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞവരാ, ജീവിതത്തിന്റെ സകല മേഖലകളിലും അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞവരാണ്. ഇതാ വലത്തെ കാലെടുത്തിട്ട് സ്വർഗത്തിലേക്ക് വെക്കുമ്പോഴും അവരുടെ നാവിൽ നിന്ന് വരുന്നത് അൽഹംദുലില്ലാഹില്ലദീ സ്വദഖനാ വഅതാ, അല്ലാഹു അവന്റെ വാഗ്ദാനം ഇതാ പൂർത്തീകരിച്ചിരിക്കുന്നു. ഞങ്ങൾ ഉദ്ദേശിക്കുന്നിടത്ത് സ്വർഗത്തിൽ എവിടെ വേണമെങ്കിലും താമസിക്കുവാൻ ഒരുങ്ങുന്ന സൗകര്യം ഒരുക്കി തന്ന് അവന്റെ വാഗ്ദാനം ഇതാ പൂർത്തീകരിച്ചിരിക്കുന്നു. സുബ്ഹാനല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരമൊരു മഹാഭാഗ്യത്തിന്റെ ഉടമകളായി തീരാനുള്ള തൗഫീഖിൽ നമ്മയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ഫനിഅ്മ അജ്റുൽ ആമിലീൻ, പ്രവർത്തിക്കുന്നവർക്ക് ഇതിനേക്കാൾ നല്ലൊരു സമ്മാനം മറ്റെവിടെയാണ് കൊടുക്കാനുള്ളത്? അത്രയും മഹാഭാഗ്യത്തിന്റെ നടുത്തളത്തിൽ എത്തിത്തീരാനുള്ള ഒരൊറ്റ കാരണമാണ് ഖുർആൻ ഇങ്ങനെ പരിധി നോക്കിയാൽ പടച്ചോ പറഞ്ഞ് വലിമൻ ഖൗഫ്, എവിടെ വരെയോ? വ്യക്തി ജീവിതത്തിൽ, സ്വകാര്യ ജീവിതത്തിൽ, അവനവന്റെ തനിച്ചാകുന്ന രംഗങ്ങളിൽ മുഴുവനും മൻ ഖശിയർ റഹ്മാന ബിൽ ഗൈബ് വസദഖൽ മുർസലൂൻ. സൂറത്തേതാണ് ഞാൻ ഓതേണ്ട, ആയത്തേതാണ് ഞാൻ പറയേണ്ട, വളരെ കൃത്യമായി പടച്ചോൻ പറയുകയാണ്. വലിമൻ, ഈ ദുനിയാവിൽ ജീവിക്കുമ്പോ മൻ ഖശിയർ റഹ്മാന ബിൽ ഗൈബ്, പടച്ച തമ്പുരാനെ അദൃശ്യമായ രൂപത്തിൽ ഭയപ്പെടുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരം മഹാഭാഗ്യത്തിന് നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. മനുഷ്യ സഹജമായി വന്നുപോകുന്ന ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും അല്ലാഹു പുറത്തു മാപ്പാക്കി തന്ന് നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമീൻ. ഫഅഖൂലു ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. ഇന്നൽ ഹംദലില്ലാഹി ഹംദൻ കസീറൻ തയ്യിബൻ മുബാറകൻ ഫീഹി وصلى الله وسلم على خير خلقه محمد وعلى آله وصحبه الفائزين برضا الله. يا عباد الله اتقوا الله ثانيا بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. لا يستوي أصحاب النار وأصحاب الجنة وأصحاب الجنة أصحاب الجنة هم الفائزون. സഹോദരങ്ങളെ, അല്ലാഹുവിനെ സൂക്ഷിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ മുത്തഖീങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ഞാൻ ഓതിയ ആയത്ത് നമുക്കൊക്കെ പലരിലും കാണാപ്പാടുള്ള ആയത്താണ്. രണ്ടു തരം ആളുകളെ മുമ്പിൽ വെച്ചിട്ട് അല്ലാഹു പറയാ, ലാ യസ്തവി അസ്ഹാബുൻ നാരി, നരകത്തിന്റെ ആൾക്കാരും, വ അസ്ഹാബുൽ ജന്നത്തിൻ, സ്വർഗത്തിന്റെ ആൾക്കാരും തുല്യമാവുകയില്ലാട്ടോ. ഭൂമിയിൽ ജീവിക്കുമ്പോൾ ഒരേ കച്ചവട സ്ഥാപനത്തിന്റെ പാർട്ണറാണ്, പക്ഷെ ഒരാൾ സ്വർഗത്തിന്റെ ആളാ, ഒരാൾ സ്വർഗത്തിന്റെ എതിരായി ജീവിക്കുന്ന നരകത്തിന്റെ ആളും. ഒരു ബെഡിൽ കഴിഞ്ഞുകൂടുന്ന ആളാണ്. ഫറോവയുടെ വിരുദ്ധത്തിലാണ് ആസിയ ബി കടന്നത്. പക്ഷേ ഫറോ പോകേണ്ട സ്വർഗത്തിലേക്കല്ലല്ലോ,
ആസിയ ബീവി പോകേണ്ടതോ? നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം എന്ന പ്രവാചകൻ ആ വിരിപ്പ് തന്നെ കടന്നിരുന്നത്. അവർ ഈ ഭാര്യയും ഭർത്താക്കന്മാർ തന്നെയാണ്. അവരുടെ ആഗ്രഹങ്ങളൊക്കെ നടപ്പിലാക്കിയത് ആ മുമ്പിൽ വെച്ച് തന്നെയാണ്. അവർ ആഹാരം കഴിച്ചതും ഒരുമിച്ചാണ്. പക്ഷെ അവർ പോകാനുള്ളത് ഒരാൾ അടുത്തോട്ടും ഒരാൾ വലത്തോട്ടും. എന്നിട്ട് പറയാം, വസ്ഹാബുൽ ജന്നത്തി, സ്വർഗത്തിന്റെ ആൾക്കാരുണ്ടല്ലോ, ദുനിയാവിൽ കാണാൻ കുറച്ച് ചേര് കുറവുണ്ടാവും, ജീവിക്കാൻ കുറച്ച് സംവിധാനങ്ങൾ കുറവുണ്ടാവും, ആളുകളുടെ ചിലപ്പോൾ സ്ഥാനമാനങ്ങൾക്കും കുറച്ച് കുറവുണ്ടാവും. നാളെ പരലോകത്ത് തീർക്കുമ്പോൾ അവരായിരിക്കും കേട്ടോ വിജയികളായ ആളുകൾ. സഹോദരന്മാരെ, ദുനിയാവിൽ തോൽക്കാൻ നമുക്ക്, ദുനിയാവിൽ തോറ്റു തൊപ്പിയിടാം, ഒന്നുമല്ലാതെയാക്കിയിടാം. ആരും അപഹസിക്കട്ടെ, കുറ്റപ്പെടുത്തട്ടെ, ഇജക്കെന്താ നേരായി ചോദിക്കുന്നവരുണ്ടാവും, കളിയാക്കട്ടെ, ആർത്തു വിളിക്കട്ടെ, ആളുകൾ എന്തും പറയട്ടെ. നാളെ റബ്ബിന്റെ മുൻപിൽ ഒരാളും ഒന്നും പറയാനില്ലാത്ത സമയത്ത് തല ഉയർത്തിങ്ങനെ നിൽക്കാൻ എന്താ നമ്മളെ പഠിപ്പിക്കുന്ന? സൂറത്തുൽ ഫജ്റിന്റെ അവസാനത്തെ ആയത്തുണ്ടല്ലോ, യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്നതു ഇർജിഇ ഇലാ റബ്ബികി റാദിയതൻ മർദിയ. അത് നമ്മളോടാകണം, നമ്മുടെ ചെവിയിൽ അത് കേൾക്കണം. ഇങ്ങോട്ട് കയറി വരൂ സ്വർഗത്തിന്റെ പ്രകാശികളെ എന്ന് പറയുമ്പോ, പടച്ചോനെ ഞാൻ ഇവിടെ ഉണ്ട് എന്ന് പറയുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഞാനും നിങ്ങളും ഉൾപ്പെടണം. അതിനാണ് ഈ പരിശുദ്ധമായ റമദാൻ നമ്മളിൽ നിന്ന് കടന്നു വന്നിട്ടുള്ളത്. അതിന്റെ ഏകദേശം പകുതി ഭാഗത്തോളം അവസാനിക്കാറുമായി. ഇനി അവശേഷിക്കുന്നത് ധന്യമാക്കാൻ ആഫിയത്ത് നൽകി അല്ലാഹു സുബ്ഹാനഹു വ തആല നാമേവരെയും അനുഗ്രഹിക്കട്ടെ. മനുഷ്യ സഹജമായി വന്നുപോകുന്ന ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും അല്ലാഹു പുറത്തു മാപ്പാക്കി തന്ന് ഈ ലോകത്ത് നമ്മെ അനുഗ്രഹിക്കട്ടെ. തൽഫലമായി ഉണ്ടാകുന്ന എല്ലാവിധ ഭവിഷ്യത്തിൽ നിന്നും അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. ശിഷ്ടകാലത്ത് അവയ്ക്ക് പകരമായി നന്മകൾ ചെയ്യാനുള്ള തൗഫീഖ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മിൽ നിന്നും മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കളും ബന്ധുക്കളും മിത്രാദികളും അയൽവാസികളും നാട്ടുകാരും കൂട്ടുകാരുമായ മുഴുവൻ വിശ്വാസികൾക്കും അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കട്ടെ. അവരുടെ ബർസഖിയായ ജീവിതം അള്ളാഹു റാഹത്താക്കി കൊടുക്കട്ടെ. ജീവിച്ചിരിക്കുന്നവരിൽ രോഗികളായ ആളുകൾക്ക് ഷാഫിയായ റബ്ബ് ആജിലും കാമിലുമായ ശിഫ നൽകി അനുഗ്രഹിക്കട്ടെ. ആഫിയത്തും ദീർഘായുസ്സും നൽകി അനുഗ്രഹിക്കട്ടെ. അവരവരുടെ കാര്യങ്ങൾ പരസഹായമില്ലാത്ത രൂപത്തിൽ നിർവഹിക്കുവാൻ ആവശ്യമായ സിഹത്തും താഖത്തും ആഫിയത്തും അല്ലാഹു എല്ലാവർക്കും എല്ലായ്പ്പോഴും നൽകി അനുഗ്രഹിക്കട്ടെ. ഈമാനും ഇഖ്ലാസും തഖ്വയും ഖുശൂഉള്ളവരായി ജീവിക്കുവാനും ജീവിതാന്ത്യം വരെ മുത്തഖീങ്ങളായി തുടരാനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. മരണസമയത്ത് ഉണ്ടാകുന്ന വിഷമങ്ങളും ബേജാറും വെപ്രാളവും മാറ്റിവെച്ച് അഫ്ദലു ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ ചൊല്ലിക്കൊണ്ട് കാമിലായ ഈമാനോടുകൂടി കണ്ണടയ്ക്കാൻ ഭാഗ്യം ലഭിക്കുന്ന മുത്തഖീങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ഉപജീവനത്തിന്റെ മേഖലയായ കൃഷി, വ്യാപാരം, വ്യവഹാരം, വേർപാടുകൾ, ഇടപാടുകൾ തുടങ്ങി നിഖില മേഖലകളിലും അല്ലാഹു ഖൈറും ബറക്കത്തും വർഷിച്ച് നമ്മയും നമ്മുടെ കുടുംബത്തെയും അനുഗ്രഹിക്കട്ടെ. നാളെ പാരത്രികമായ ലോകത്ത് അമ്പിയാക്കളും മുർസലുകളും ഔലിയാക്കളും സലഫുസ് സാലിഹുകളും സിദ്ദീഖുകളും ശുഹദാക്കളുമുള്ള സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുവാൻ സാധുക്കളായ നമ്മുടെ മാതാപിതാക്കൾക്കും നമുക്കും കൂട്ടുകുടുംബങ്ങൾക്കും സന്താന പരമ്പരകൾക്കും അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത നമ്മുടെ സഹോദരങ്ങളുടെ നേർന്ന നോവുകൾക്ക് അല്ലാഹു ശാശ്വതമായ പരിഹാരം നൽകി അനുഗ്രഹിക്കട്ടെ. നല്ല മുറാദുകൾ അല്ലാഹു അവരുടെയും നമ്മുടെയും എളുപ്പത്തിൽ കബൂലാക്കി ഹാസിലാക്കി തന്ന് അനുഗ്രഹിക്കട്ടെ. മനുഷ്യ സഹജമായ ദൗർബല്യം കൊണ്ട് പരിശുദ്ധമായ റമദാനിൽ നാം നിർവഹിച്ച ഇബാദത്തുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല തിരസ്കരിക്കപ്പെടുന്ന അവസ്ഥയിൽ നിന്ന് കാത്തുരക്ഷിക്കുകയും അള്ളാഹു മുഴുവൻ കബൂലായി നമ്മെ അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. അള്ളാഹുവെ, പരിശുദ്ധമായ റമദാൻ നീ ഞങ്ങളിൽ നിന്ന് കബൂലാക്കണമേ. അള്ളാഹുവെ, അതിലെ ന്യൂനതകൾ മുഴുവൻ പരിഹരിക്കണമേ. റബ്ബേ, ശേഷിക്കുന്നതിന് രാവും പകലും ഹയാത്താക്കാൻ ആഫിയത്തും തൗഫീഖും നൽകി അനുഗ്രഹിക്കണമേ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. റബ്ബനാ تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. اللهم أعز
الإسلام والمسلمين وأذل الشرك والمشركين اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا وأجر والدينا من النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين آمين 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 برحمتك يا أرحم الراحمين سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين.